പടന്നക്കാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥനയുമായി പടന്നക്കാട് നെഹ്റു കോളേജിലെത്തിയപ്പോൾ ഒരു സംഘം SFI വിദ്യാർത്ഥികൾ ഇവരെ തടയുകയായിരുന്നു അത്രേ. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും പറയുന്നു. സംഭവത്തിൽ പരിക്കേറ്റ സന്ദീപ് വാര്യറും കൂടെയുണ്ടായിരുന്ന UDF പ്രവർത്തകരിൽ ചിലരും സമീപത്തെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. നീലേശ്വരത്ത് നെഹ്റു കോളേജിൽ പ്രചരണത്തിന് പോയതായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രചരണ സംഘത്തോടൊപ്പം പോയപ്പോൾ ഉള്ളിൽ ചെന്ന സമയത്ത് അവിടെ പ്രചരണം നടത്താൻ പാടില്ല, അതിനകത്ത് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് എന്നെ തടയുകയാണ് ചെയ്തത്. എൻ്റെ ദേഹത്ത് തടഞ്ഞ് എൻ്റെ നെഞ്ചിൽ ഉന്തുകയാണ് ചെയ്തത്. ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ ജനാധിപത്യ അവകാശമാണ് പ്രചരണത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4-5 പേരെ അവർ ഓടിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്, വളഞ്ഞിട്ട് മർദ്ദിക്കുക. ഞാനത് കണ്ടു ചെന്നു, അതിലിടപെട്ടു. എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഒരു 10-30 വരുന്ന SFI പ്രവർത്തകരെന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചറിഞ്ഞു. അവരെ നേതൃത്വത്തിലാണ് ആക്രമണം ഉണ്ടായത്. ആ കോളേജിനകത്ത് UDFൻ്റെ ഇലക്ഷൻ പ്രചരണം അനുവദിക്കില്ല എന്നുള്ളൊരു പിടിവാശിയായിരുന്നു. അവസാനം ഞങ്ങളത് ജനാധിപത്യ അവകാശം എന്നുള്ള രീതിയിൽ അത് ചോദ്യം ചെയ്ത് അവിടെ വോട്ട് ചോദിക്കാനുള്ളൊരു അവകാശം അതെന്തായാലും അടിയറവയ്ക്കാൻ സാധിക്കില്ല എന്ന് അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും വോട്ട് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ അവകാശം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഡെമോക്രാറ്റിക് റൈറ്റിനെ അവിടെ തടയുകയാണ് ചെയ്തത്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ആക്രമിക്കുകയാണ് ചെയ്തത്. ജനാധിപത്യ അവകാശങ്ങൾക്ക് മേലെ ധ്വംസനമാണ്. തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. ജനാധിപത്യപരമായിട്ടും ഇതിനെതിരായിട്ടുള്ളൊരു പോരാട്ടമായിട്ട് ഞങ്ങൾ വിവരമറിഞ്ഞയുടൻ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഒരാഴ്ച മുമ്പ് ചെറുവത്തൂരിൽ വെച്ചും സമാനമായ രീതിയിൽ CPI CITU പ്രവർത്തകർ സന്ദീപ് വാര്യരുടെ പ്രചരണം തടയാൻ ശ്രമിച്ചതായുള്ള പരാതി ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം തൃക്കരിപ്പൂർ ടൗണിൽ UDF പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും നടത്തി. ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അക്രമങ്ങൾ കിടക്കുന്ന മറ്റ് പ്രവർത്തകന്മാരുമെല്ലാം നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ പ്രതിഷേധ ജ്വാല ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും ഇന്ന് UDF പ്രവർത്തകന്മാർ സമാധാനപരമായി നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയ സാരഥി ജനകീയനായ ശ്രീ സന്ദീപ് വാര്യർ ഈ മണ്ഡലത്തിനകത്തുണ്ടാക്കിയ ഓളങ്ങൾ അതിശക്തമായ മുന്നേറ്റം 9-ാം തീയതിയിലെ ആ തെരഞ്ഞെടുപ്പ് വരെ സമാധാനത്തോടെ സംയമനത്തോടെ ഒരു വികാരത്തിനും അടിമപ്പെട്ടു പോവാതെ ആത്മസംയമനത്തോടെ അവസാനത്തെ പോലും നമുക്ക് അനുകൂലമായി മാറ്റിയെഴുതാനുള്ള ഈ ഉജ്ജ്വലമായ പ്രയാണത്തിൽ മുന്നോട്ട് വരിക എന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.